കലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയില് ശരണ്യയുടെ അച്ഛനോട് ചോദിച്ചു, അപ്പൊ ഈ ആണുങ്ങളെ കുഴപ്പക്കാരല്ലേന്ന് ചോദിച്ചു. അതെന്താടി നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അല്ല, ഞാൻ പോലീസിനോടും അച്ഛനോടും എല്ലാവരും ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞല്ലേ, രോഹിത് തെറ്റും ചെയ്തിട്ടില്ലാന്ന്. എന്നിട്ടോ നിങ്ങൾ എല്ലാവരും കൂടെ അത് വളച്ചൊടിച്ചില്ലേന്ന് ചോദിച്ചു. എടി, അതിപ്പോ നിന്റെ നന്മയെ കരുതിയിട്ടല്ലേ പോലീസുകാർ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ. കേസിന് ബലം കൂട്ടാൻ വേണ്ടിട്ടല്ലേ അവനും കൂടെ ഉണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞേ. അങ്ങനെ പറഞ്ഞോണ്ട് അച്ഛാ, ഒരു നിരപരാധിയായ ആളെ ക്രൂശിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. മിണ്ടര് നീ മര്യാദയ്ക്ക് പറഞ്ഞിടങ്ങൾ അനുസരിച്ചാൽ മതി. അതെ, അലീനയോട് പറഞ്ഞു. ഇനി നീ വേറെ ആരോടും ഇതിനെക്കുറിച്ച് പറയാൻ പോയേക്കരുത്. ഇനി ആര് ചോദിച്ചാലും മൊഴി കൊടുക്കണ സമയത്തും അവനും കൂടെ ഉണ്ടെന്നോ പറയാവുള്ളൂ, അല്ലാതെ അവനില്ലെന്ന് പറഞ്ഞേക്കരുത്. പറയുന്നത് മനസ്സിലായോന്ന് ചോദിച്ചു. എന്തിനാച്ചാ കള്ളത്തരം പറയണേ? എന്നെ അപ്പം നന്നാവാൻ സമ്മതിക്കത്തില്ലല്ലേന്ന് ചോദിച്ചു. നന്നാവാനായിട്ട് പറയുന്ന ഞാൻ പറയുന്ന നീ അങ്ങോട്ട് അനുസരിക്കും, അല്ലാതെ കൂടുതൽ ചോദ്യം പറിച്ചിലൊന്നും വേണ്ട, മനസ്സിലായല്ലോ? അവള് ചോദ്യോത്തരമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അടങ്ങിയിരിക്കടി അവിടെ. അതും പറഞ്ഞ് ശരണ്യയുടെ അച്ഛൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശരണ്യക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിലുള്ള ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇനി എന്ത് ചെയ്യണം എന്നൊക്കെയൊരു ചിന്ത ശരണ്യയുടെ മനസ്സിനെ അലട്ടുവാണ്. ഇതേ സമയത്ത് കൊല്ലപ്പള്ളി വീട്ടില് രാജീവൻ ശിവശങ്കറിന്റെ കമലയുടെ അടുത്തേക്കുന്നു. പിന്നെ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് രാജീവൻ ശിവശങ്കറിനോട് പറഞ്ഞു, ശിവേട്ടൻ ഒരു കാര്യം ചെയ്യാം, ഗൾഫിലെ ജോലി അങ്ങോട്ട് റിസൈൻ ചെയ്തിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. അതെന്തിനാടാ അങ്ങനെ ചെയ്യുന്നേ? അല്ല, ഇനിയിപ്പോൾ കേസും കൂട്ടമൊക്കെ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ആര് നോക്കാനാന്ന് ചോദിച്ചു. എടാ, അതിന് മനു ഉണ്ടല്ലോ, മനു നോക്കുമെന്ന് തോന്നുന്നുണ്ടോ? മനുവിന് അതിന് വല്ല സമയമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കമല പറഞ്ഞു, പിന്നെ അവനല്ലായിരിക്കണോ ആള്, അവനൊന്നും ഇതിൻ്റെ പിന്നാലെ പോകാനൊന്നും പോകുന്നില്ല. അവൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. അവൻ അല്ലെങ്കിൽ തന്നെ ഹരിയോട് ദേഷ്യ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവശങ്കർ പറഞ്ഞു, ഓഹോ, അപ്പം ഞാൻ ജോലിയും കളഞ്ഞ് ഇവിടെ വന്ന് നിൽക്കണോ അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, അതെ, മോനെ രക്ഷിക്കണമെങ്കിൽ അങ്ങനെ തന്നെ വേണം, പിന്നെ മോനെ രക്ഷിക്കണ്ടേന്ന് ചോദിച്ചു. രാജീവൻ പറഞ്ഞു, ഈ പറയുന്ന കമലയടത്തെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്നറിയാം. കമലയടത്തിയുടെ കയ്യിൽ ആകെപ്പാടൊരു ഫോണും അല്ലേ ഉള്ളൂ. പിന്നെ മനു എന്താണെങ്കിലും ഇനിയിപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ നിൽക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു. ശിവശങ്കർ പറഞ്ഞ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാ, പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവളുടെ ചെലവ് മാസം എത്ര രൂപ ചിലവെന്നറിയോ? ലക്ഷങ്ങളാണ് ഒരു ദിവസം, അല്ല ഒരു മാസം വീട്ടിലേക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. അത് കൊടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. ഒരു കാര്യം ചെയ്യ, ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഇവിടെ വന്ന് ഇരുന്നോളാം കമലെ. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ചിലവ് ചുരുക്കേണ്ട വരും. ചിലവ് ചുരുക്കാനോ? അതെ, മാസം 20,000 രൂപയിലേക്ക് ഒതുക്കേണ്ട വരും ചിലവ്. അത് പറ്റില്ലെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, 20,000 രൂപയ്ക്ക് ഈ വീട്ടിലെ കാര്യങ്ങൾ നടത്താനോ? മീൻ മേടിക്കാൻ പോലും തികയില്ല പൈസ. എന്നിട്ടാണ് ഇവിടെ നീ ഇങ്ങനെ പറയണേന്ന് ചോദിച്ചു. അത് പിന്നെ ശിവേട്ട, അവനെ പിന്നെ രക്ഷിക്കണ്ടേന്ന് ചോദിച്ചു. എടി, രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഞാനിവിടെ കയറുന്നിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യുക, ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിന്ന് പൈസ എടുക്കുക, അത് പൈസ എടുത്ത് ചിലവാക്കിയാൽ പോരെന്ന് ചോദിച്ചു. നല്ല കഥയെന്ന് രാജീവൻ പറഞ്ഞു. അതെ, വിത്ത് പോകാനുള്ള നെല്ലെടുത്ത് കുത്തി കഞ്ഞി വെച്ചെന്ന് പറയുന്ന സ്ഥിതിയായിപ്പോ. അവസാനം അത് എടുത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. തീർന്നു പോയില്ലേന്ന് ചോദിച്ചു. ശിവശങ്കരൻ പറഞ്ഞു, അതിനുള്ള ബുദ്ധിയും ബോധമൊക്കെ ഇവൾക്കുണ്ടോ എൻ്റെ രാജീവ? പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആകെപ്പാടെ 10-75 ലക്ഷം കൊണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടുണ്ട്. ഇപ്പം അതിനകത്തൊന്നും കൂടെ കുറച്ച് എടുക്കേണ്ടി വരുമെന്ന് തോന്നേ, കേസും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. അതങ്ങടുത്ത് തീർന്നു കഴിയുമ്പോഴത്തേനും പിന്നെ എങ്ങനെയാവും എന്നറിയത്തില്ല. അത് കുറച്ച് പൈസ ബാക്കി വന്നാലായി കേസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ. എന്താടി, അത് മതിയോ? ബാക്കി വല്ല 10,000-30,000 ഉണ്ടെങ്കിലുണ്ടെന്ന് പറഞ്ഞു. കമലയുടെ നാവടഞ്ഞു പോയി. എന്തേലും പറയാൻ പറ്റുമോ? ആ സമയത്ത് രാജീവൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയത്തില്ല. രാജീവൻ പറഞ്ഞു, എനിക്ക് അധികം ദിവസം കൂടെ നിൽക്കാൻ പറ്റില്ല. എന്താണല്ലോ, എനിക്ക് തിരിച്ചു പോയാൽ മതിയാവുള്ളൂ. ഇനിയിപ്പോൾ ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വക്കീലിനെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. ശിവശങ്കരൻ പറഞ്ഞു, വക്കീലിനെ സ്വാധീനിക്കാനായിട്ടാ? അതെ. അല്ല, അത് പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലേ, സ്വാധീനിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പണത്തിന് ആർത്തിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു 10 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം അയാൾ നമ്മൾ പറയുന്ന അനുസരിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അനുസരിക്കുകയാണെങ്കിൽ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അവനെ പുറത്തിറക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവരതിനെക്കുറിച്ച് സംസാരിച്ച് ഒരു തീരുമാനം എടുക്കുകയാണ്. ഇതേ സമയത്താണ് മനു അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ മനു വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമലെന്ന് കഥ തുറന്നു. മനുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമല ചോദിച്ചു, ഓ നീ വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ മനുശങ്കർ അകത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല ഇവിടെ എന്തോ ഭയങ്കര ഗൂഢാലോചനയാണല്ലോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമായിരുന്നെന്ന് രാജീവൻ പറഞ്ഞു. അതെന്താ? അല്ല, ഇനി എനിക്ക് തിരിച്ചു പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ പോയേക്കാന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ ശിവേണ്ണനും പോണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുമെന്ന് ചോദിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ മനു പറഞ്ഞു, ഞാൻ നോക്കാനാ? നല്ല കഥയായി, നിങ്ങളൊക്കെ പൊയ്ക്കോ, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശിവശങ്കർ ചോദിച്ചു, എടാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കും?
അത് കേട്ടപ്പോൾ കമൽ പറഞ്ഞു, അതെ അതാ ഞാനും ചോദിക്കുന്നത്, അതിനല്ലേ അമ്മയുടെ വീട്ടുകാരല്ലേ. ഒരു കാര്യം ചെയ്യാം, അമ്മയുടെ ആങ്ങളമാരോടും അമ്മയുടെ അച്ഛനോടും ഒക്കെ വന്ന് നോക്കാനായിട്ട് പറ, എങ്ങനെയുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കമൽ പറഞ്ഞു, എൻ്റെ വീട്ടുകാർ നോക്കാനാ, പിന്നല്ലാതെ അമ്മയുടെ വീട്ടുകാർക്ക് എന്താ നോക്കിക്കൂടെന്ന് ചോദിച്ചു. കമലിക്ക് ഒട്ടും അതും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കമലിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഈ സമയത്ത് രാജീവൻ പറഞ്ഞു, എന്താണ് എനിക്ക് ജോലിക്ക് കയറാതിരിക്കാൻ പറ്റില്ല മനു, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി ഓടി ഞാൻ ഇങ്ങോട്ടേക്ക് വരും. മനുശങ്കർ പറഞ്ഞു, ആ എന്ത് വെള്ളം ചെയ്യുക, പിന്നെ ഒരു കാര്യം ഞാൻ അറിഞ്ഞു, അത് പറഞ്ഞേക്കാന്ന് പറഞ്ഞു. എന്ത് കാര്യം? അത് പിന്നെ രോഹിത് ഉണ്ടല്ലോ, രോഹിത് നിരപരാധിയാണ്, ശരണ്യെ ഉപദ്രവിച്ചിട്ടില്ലെന്ന്. നിന്നോട് ആരാടാ ഇത് പറഞ്ഞെന്ന് ശിവശങ്കരൻ ചോദിച്ചു. അത് എന്നോട് അലീനയാ പറഞ്ഞ. അലീനയോ? അതെ, ശരണ്യ പറഞ്ഞാണ് പോലും. ശരിക്കും അവനൊന്നും ചെയ്തിട്ടില്ലാന്ന്. അവർ 3 പേരും കൂടെ ചേർന്ന് പിടിച്ചു വലിച്ച് അവളുടെ ദേഹത്തേക്ക് കൊണ്ടുപോയിട്ടെന്ന്. പക്ഷെ അവൻ പേടിച്ചു പറിച്ച് കരഞ്ഞു. ഒടുവിൽ അവനിട്ട് അടിയൊക്കെ കൊടുത്ത് ടോയ്ലറ്റിൽ അവനെ പിടിച്ചിട്ടു. അങ്ങനെ അവർ പുറത്തു വന്നതിന് ശേഷം അവനെ തുറന്നു വിട്ടെ. അതൊക്കെയാ സംഭവിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമലിക്ക് സഹിക്കാൻ പറ്റിയില്ല. കമൽ പറഞ്ഞു, പച്ചക്കള്ളം അവനെ പറയണമെന്ന് പറഞ്ഞു. അവൻ ഞാനത്തിനമ്മ കള്ളത്തരം പറയണേ. എടാ, അവളെ ഇതല്ല ഇതിലപ്പുറം പറയും. ശരണ്യെ അവളെ സ്വാധീനിച്ചു കാണും, അവളെ കൊണ്ട് പറയിച്ചു തന്നെ ഇതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജീവൻ ചോദിച്ചു, അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ പോലീസുകാരോട് അവൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു. ശിവശങ്കരൻ പറഞ്ഞു, അല്ല അങ്ങനെ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പ്രതിപ്പട്ടിയെ വരത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പോലീസിനോടൊക്കെ അവൾ പറഞ്ഞതാ, പക്ഷെ പോലീസുകാർ കേസിന് ബലം കിട്ടാനായിട്ട് അവൻ്റെ പേരും കൂടെ ചേർക്കണമെന്ന് പറഞ്ഞു പോലും, അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജീവൻ പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ എന്ന് പറഞ്ഞു. കമല പറഞ്ഞു, ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്, അവൾ പഠിച്ച കളിയാ അലീന, രോഹിത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൾ ഓരോ നാടകങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറയാനുള്ള പറഞ്ഞു, അമ്മയുടെ സ്വഭാവമല്ല എല്ലാവർക്കും. അതും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് മനു അങ്ങോട്ട് കയറിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ കമല അവരൊക്കെ നിൽക്കുകയാണ്. കേട്ടതുപോലും വിശ്വസിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പിന്നീട് ബാലേന്ദ്രന് രാത്രിയെ സമയത്ത് ഗോവർദ്ധനെ വിളിക്കുകയാണ്. ഗോവർദ്ധനെ വിളിച്ചിട്ട് ഗോവർദ്ധനെ നീ കിടന്നോന്ന് ചോദിച്ചു. ഇല്ല. എന്താ ബാലേട്ടാന്ന് ചോദിച്ചു. അല്ല നാളെ ഒരു കാര്യം ചെയ്യണം, നീ ഇവിടം വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. എന്താ ബാലേട്ട കാര്യം? അല്ല നാളെ നിനക്ക് തിരക്കും മറ്റുണ്ടോ? 1-2 സ്ഥലത്ത് പോകാനുണ്ട്. എടാ, രോഗത്തിന്റെ കാര്യത്തിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, അത് പറയാനായിട്ടാന്ന് പറഞ്ഞു. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഈ സമയത്ത് കൊല്ലപ്പള്ളി വീട്ടിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ശിവശങ്കരൻ രാജീവനൊന്ന് അങ്ങനെ ശിവശങ്കരൻ ആലോചിച്ചുകൊണ്ടിരിക്കാൻ രാജീവൻ പറഞ്ഞു, എന്താ ശിവേട്ടൻ എന്താ ആലോചിക്കണേന്ന് ചോദിച്ചു. അല്ല രോഹിത് അപ്പം കേസിൽ നിന്ന് രക്ഷപ്പെടുമല്ലേന്ന് ചോദിച്ചു. അതെ, അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ഉറപ്പായിട്ടും രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് വന്ന കമല പറഞ്ഞു, രക്ഷപ്പെടും, എനിക്കത് മുമ്പേ അറിയായിരുന്നു. അല്ലെങ്കിലും അലീന എന്ന് പറയുന്നവള് അവള് രക്ഷപ്പെടുത്തുമെന്ന് എനിക്കറിയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണല്ലോ ശരണ്യെ സ്വാധീനിക്കാനായിട്ട് രാവിലെ വൈകുന്നേരം അവൾ അവിടെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നേന്ന് പറഞ്ഞു. രാജീവൻ പറഞ്ഞു, ഇതേ കമലെടുത്തി വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. പിന്നല്ലാതെ എടാ, ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. എന്താണെന്നറിയോ, ബാലേന്ദ്രന്റെ മോളല്ല അലീനയെന്ന്. അതെന്താ അങ്ങനെ കമലെടുത്തി പറഞ്ഞേ? പിന്നല്ലാതെ ബാലേന്ദ്രന്റെ മോളാണെങ്കിൽ ബാലേന്ദ്രനെ അങ്ങോട്ടേക്ക് അലീനയെ പറഞ്ഞു വിടുവോ? ആദ്യ ദിവസം ചെന്ന് കഴിഞ്ഞപ്പം തീ കൊളുത്തി കൊല്ലാൻ ആ കോളനിയിലുള്ളവർ ശ്രമിച്ചല്ലേ അലീനയെ. എന്നിട്ട് എന്തായി? പിന്നീട് പിറ്റേ ദിവസം വീണ്ടും അവള് പോയില്ലേ? അപ്പൊ അതിനർത്ഥം എന്താ? അവൾക്ക് എന്ത് വന്നാലും ബാലേന്ദ്രൻ ഒരു ചുക്കും ഇല്ലാന്ന്. അവള് പോയി ചാകുവാണെ ചാകട്ടെ എന്നുള്ള രീതിയിലല്ലേ. അത് കേട്ടപ്പോൾ രാജീവൻ പറഞ്ഞു, കമലെടുത്തി വെറുതെ എല്ലാ കഥകളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു. വെറുതെ ഓരോന്നൊന്നും ആലോചിച്ച് കൂട്ടണ്ട. എടാ, എനിക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു. അല്ലെങ്കിലും അലീന അവളെ വെച്ച് സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും രോഹിത്തിനെ രക്ഷപ്പെടുത്തി എടുക്കുമെന്ന് ഇപ്പൊ തന്നെ കണ്ടില്ലേ. ഞാനത് നിങ്ങളോട് ആദ്യമേ തന്നെ പറഞ്ഞല്ലേ, എന്നിട്ട് ആരെങ്കിലും വിശ്വസിക്കാൻ കൂട്ടാക്കിയോ? അത് കേട്ട് കഴിഞ്ഞപ്പം രാജീവൻ പറഞ്ഞു, അതിനെ രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. ഒന്നും അല്ലേലും ദേ ശിവേട്ടൻ്റെ എൻ്റെയൊക്കെ പെങ്ങടെ മോനെ ചോദിച്ചു. പിന്നെ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പോലും, അവൻ തെറ്റിയാത്ത പുണ്യാളനാണല്ലോ. രാജീവൻ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ശരി കമലെടുത്തി, ഒരു കാര്യം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഈ പറയുന്ന ഹരിയാണ് എല്ലാത്തിനും പ്രശ്നക്കാരെന്ന്. ഹരി മുമ്പ് അലീനയുടെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് വീട്ടിലേക്ക് ചെന്നിട്ട് അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചല്ലേ, അത് രോഗത്തിനെ കൂട്ടുപിടിച്ചോണ്ട് മനുഷ്യങ്കർ എന്നോട് ആ കഥകളൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് കമലെടുത്ത് ഇനി അതിനെക്കുറിച്ച് പറയണ്ട. ഇവിടെ അതുപോലെ തന്നെ ആയിരിക്കും, ഹരി ആയിരിക്കും അവനെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്, രോഹിത്തിനെയും കൂടെ. കമല പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, എനിക്കിത് സംഭവിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ലെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം രാജീവൻ ചോദിച്ചു, എന്ത്? അങ്ങനെ ഒരാൾ മാത്രമായിട്ട് രക്ഷപ്പെടണ്ട, ശിക്ഷ അനുഭവിക്കുവാണെങ്കിൽ രോഹിത്തിനും കിട്ടണം, 2 പേരും കൂടെ ഒരുമിച്ച് ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം രാജീവൻ പറഞ്ഞു, കമലെടുത്തി പറയാതിരിക്കാൻ പറ്റില്ല, നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, സ്വന്തം മോൻ തെറ്റ് ചെയ്താലും മറ്റുള്ളവരും കൂടെ ശിക്ഷ അനുഭവിക്കണമെന്ന്. അതെന്താണ് കൂട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവന് ശിക്ഷ കിട്ടാൻ പാടില്ല. ഞാൻ അവനോടൊപ്പം നിൽക്കത്തുള്ളൂ.
അല്ലാതെ കമലയടുത്തി പറയുന്ന വാക്കുകളും കേട്ട് ഞാൻ കമലയടുത്തിയോടൊപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമലയ്ക്ക് സഹിച്ചില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ശിവേട്ട, കണ്ടില്ലേ, നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മോനെ രക്ഷിക്കാനായിട്ട്. ഇവനൊക്കെ അതെ അലീനയുടെ ആ ബാലേന്ദ്രൻ്റെയും ഭക്ഷത്താന്ന് പറഞ്ഞു. നമ്മൾ എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. എടാ നിനക്ക് നാണം ഉണ്ടടാ, ബാലേന്ദ്രൻ നിന്റെ കവളത്തടിച്ചല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു, അടിച്ച പിന്നെ കമലയടുത്തി അവിടെ ചെന്നപ്പോൾ കമലയടുത്തേക്ക് ഗിഫ്റ്റ് തന്നല്ലേ വിട്ടേന്ന് ചോദിച്ചു. കമലയുടെ മുഖം അങ്ങോട്ട് കുനിഞ്ഞു, നാണം കിട്ടുപോയി. രാജീവൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ കമല ശിവശങ്കരനോട് പറഞ്ഞു, ശിവേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മുടെ മോനെ രക്ഷിക്കാൻ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ വേറെ ആരുടെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കമല അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. പിന്നീട് പിറ്റേ ദിവസം ബാലേന്ദ്രൻ പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അലീന ചായ ആയിട്ട് വന്നു. അപ്പോഴേക്കും കൃഷ്ണമോൾ അങ്ങോട്ട് വന്നു. കൃഷ്ണമോൾ വന്നിട്ട് അലീനയോട് പറഞ്ഞു, ചേച്ചി എനിക്കൊരു കാര്യം സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടി കുശുവെച്ചപ്പോൾ, അല്ല ഇവൾക്ക് എന്തോ സംസാരിക്കാണ്ടെന്ന്. ആഹാ അത് കൊള്ളാല, എന്താ മോളേന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ ഞാൻ സ്കൂളിൽ പോയാലോ എന്ന് ആലോചിക്കാം. നല്ല കാര്യമേ, ഇത് നിനക്ക് നേരത്തെ ചെയ്യാൻ മേലായിരുന്നോ? അത് പിന്നെ ഓരോരുത്തരൊക്കെ കളിയാക്കുമല്ലോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ ഇങ്ങനെയല്ലേ പറഞ്ഞേ, പിന്നെ ഇപ്പം എന്ത് പറ്റി പെട്ടെന്നൊരു മാറ്റം? ഇനി ഇപ്പം ചെന്നാലും ആൾക്കാർ കളിയാക്കുകയൊക്കെ ചെയ്തില്ലേ? അത് പിന്നെ രോഹിത്തേടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. തെറ്റ് ചെയ്തിട്ടില്ല നമുക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. നിന്റെ സ്കൂളിലെ ടീച്ചേഴ്സിന് അറിയാവോ? കുട്ടികൾക്കറിയാവോ? നാട്ടുകാർക്കറിയാവോ? ഇല്ലല്ലോ. അത് സാരമില്ല അച്ഛാ, തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാലോ. അപ്പം പിന്നെ എനിക്ക് ധൈര്യമാണ്. അവർ കുറ്റപ്പെടുത്തിക്കോട്ടെ, കളയാക്കിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എൻ്റെ രോഹിത്തേടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് എന്നെ ഒന്നും ബാധിക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ നീ ധൈര്യമായിട്ട് പോയിക്കോ മോളെന്നും ബാലേന്ദ്രനും അലീനയും പറയണം. അങ്ങനെ കൃഷ്ണമോൾ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, കണ്ടില്ലേ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവൾക്ക് ഇച്ചിരി ആത്മവിശ്വാസത്തോടെ കൊടുത്താൽ മതി. ഇപ്പോൾ അവൾക്ക് നല്ല ആത്മധൈര്യമൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ അവളോടൊപ്പം നിന്നാൽ മതി എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ, എനിക്കറിയാം അവളുടെ മനസ്സെന്താന്ന്, അവൾക്കെല്ലാം താങ്ങാനുള്ള ശേഷി ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അലീനയും കൂടെ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞ് ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു. നന്ദി.